എന്തായാലും പ്രസാദിന്റെ ഭാഗത്തു നിന്ന് ബന്ധുക്കളും മറ്റാൾക്കാരും വരാത്തത് കൊണ്ട് ഇവരുടെ കല്യാണം നടത്തിവെച്ച അഭ്യുദയകാംക്ഷികളിൽ ഒരാൾ ശ്രീ സോമൻ, അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിനോട് 1-2 കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് കൈരളിയിലെ ജീവിതം സാക്ഷി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്നാണേ. ഞാൻ ഉർവശിയാണ്, നിങ്ങളുടെ നാട്ടുകാരൻ പ്രസാദ് ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ ഭാര്യ ജിനിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കല്യാണം നടത്തി വെച്ചത് നിങ്ങള് നല്ലവരായ കുറെ നാട്ടുകാർ ചേർന്ന കല്യാണമൊക്കെ നടത്തി വെച്ചതെന്ന് പറഞ്ഞു. അതെ, ഇവര് തങ്ങളില് സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഇവര് ബന്ധുക്കളാണ്. അവൻ ഈ പ്രസാദ് അവന്റെ അമ്മൂമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പ്രസാദിന്റെ അച്ഛൻ കൊണ്ടാക്കിയതാണ് പ്രസാദിനെ. ഓ, അങ്ങനെ സ്നേഹബന്ധത്തിലായി ഈ പെൺകുട്ടി ഇവൻ കെട്ടൂല എന്ന് പറഞ്ഞപ്പോ പെൺകുട്ടി കയ്യിലെ ഞരമ്പറുത്ത് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെയാണ് ഞങ്ങള് സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇടപെട്ട് അവർക്ക് പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ഒരു സിറ്റിലെ സാധനം വാങ്ങിച്ച് ഒരു ബന്ധുക്കോസ് പള്ളിയുടെ മുമ്പ് വെച്ച് താലി കെട്ടിച്ച് കൊണ്ടുവന്ന് ഒരു വാടക വീട്ടിൽ താമസിപ്പിച്ച് എല്ലാവിധ സഹായവും ഞങ്ങളെല്ലാം കൂടി ചെയ്തു കൊടുത്തു. അവിടെ ഞാൻ അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. പലരും പലതരത്തിലുള്ള ആൾക്കാർ കാണും. ഇപ്പൊ നിങ്ങളുടെ സഹോദരിയെ കുറിച്ച് പറഞ്ഞു, 2 മാസം പോലും താമസിക്കാതെ വീട്ടിൽ വന്ന് നിൽക്കുക. അവർക്ക് മക്കളില്ല, അവരുടെ ചേച്ചിക്ക് സുഖമില്ല, അവർക്ക് മക്കളില്ല. ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മകനെ ആകെ ഒരു ആന്തരി ഉണ്ടായിരുന്നു, അതിന് കല്യാണം കഴിച്ച് എന്തോ ആവട്ടെ ഒന്നിച്ച് താമസിച്ച ഒരു കുഞ്ഞുണ്ടായി, അതിനെ വീട്ടിലോട്ട് കയറ്റി വിട്ടപ്പം ഇറക്കി വിട്ട ആൾക്കാരാ നിങ്ങളുടെ വീട്ടുകാർ. അതിന് വലിയ മേന്മയൊന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ കാര്യം പറയുന്നില്ല. അവര് വന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരല്ലേ, അങ്ങനത്തെ ആൾക്കാർ അവരൊന്നും സംസാരിച്ചില്ലല്ലോ. പോട്ടെ, നമ്മൾ ബന്ധുക്കളെ കുറിച്ച് പറയേ വേണ്ട. ബന്ധുക്കൾ പലരും പലതരത്തിലുള്ള ആൾക്കാർ കാണും. ഒന്നിപ്പിക്കാൻ ആളൊന്നും കാണത്തില്ല. അകറ്റാനും നുണ പറയാനും വൃത്തികേട് പറയാനും ഇഷ്ടംപോലെ ആൾക്കാർ കാണും. ഇന്ന ഒരാളുമായിട്ട് മോശപ്പെട്ട അവസ്ഥയെ കണ്ടു എന്റെ ഭാര്യ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയാൻ നിങ്ങളുടെ ഭാഗത്ത് നീതിയില്ല. നിങ്ങൾ ആരെന്ന് അറിഞ്ഞൂടാ, എന്തെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് അങ്ങനെ അറിയാം എന്ന് മാത്രം പറയുന്നു. പ്രസാദ്, അങ്ങനെ പറയാവോ പ്രസാദ്? അതങ്ങനെ പറയാത്ത ഒരു അന്യപുരുഷന്റെ ആരോ ഒരാൾ പറഞ്ഞു. അവര് വിളിച്ചു ചോദിച്ചപ്പോ ഫോൺ കട്ടി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അല്ല, അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞതാണ് മിസ്റ്റർ. നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ കേട്ടിരിക്കുന്നതല്ലേ. ഒരാളുടെ പേര് മാത്രമേ, അതായത് നെയ്യാർ ഡാമിൽ വെച്ച് ഈ സ്ത്രീ വേറെ പുരുഷനായിട്ട് കണ്ടു. അതാണ് നിങ്ങൾക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റിയാലത്തിന്റെ കാരണം. ജീവിതത്തിന്റെ അവസാനം മാറണം, അതിനപ്പുറം വേറെ എന്തെങ്കിലും. ഒരു മനുഷ്യനാണെങ്കിൽ ഈ നിങ്ങളുടെ ഭാര്യ ഇവിടെ വന്നിരുന്ന് ഇത്ര അനാവശ്യങ്ങൾ കേൾക്കേണ്ട വരുത്തത്തില്ല. ഇപ്പൊ നിങ്ങളുടെ നടത്തിയെന്ന് പറഞ്ഞ സോമൻ എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ കണ്ടിട്ടില്ല. സാർ, ഇതെന്തോന്നുള്ളതിന്റെ കാര്യങ്ങളൊന്ന് തീരുമാനിച്ച് പറയണം സാർ. ഇവിടെ ചിന്തിക്കാനുള്ള സമയമുണ്ട്. ചിന്തിക്കുന്നില്ലല്ലോ പ്രസാദ് ചിന്തിക്കാനല്ലല്ലോ നോക്കുന്നത്. വളരെ നല്ല രീതിയിൽ കുടുംബമല്ലേ, 2 കുട്ടികളില്ലേ, അവരൊക്കെ ഒന്നിച്ച് അച്ഛനും അമ്മയും ഒരുമിച്ച് വളരേണ്ടതല്ലേ. അച്ഛൻ അല്ലേ, ഇപ്പൊ അച്ഛൻ ഇത്രയും വലിയ പ്രായമായിട്ടും അച്ഛൻ ജീവിതം നിങ്ങൾ പറയണ കേക്ക്. എന്റെ വീട്ടുകാരെ വിളിച്ചു, ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ജീവിതം നിങ്ങൾ ആരും പറയാൻ ഇനിയിപ്പോ അങ്ങോട്ട് പോകണ്ട. ഇനിയിപ്പോ ഈ കാര്യം നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ചതിന്റെ ന്യായം ഒന്നും പറയരുത്. പ്രസാദിനൊരു ഗുണമുണ്ടായത്, പ്രസാദിനിപ്പം അവർക്ക് വേറെ മക്കളില്ലാത്തതുകൊണ്ട് അവര് മാക്സിമം നിങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ളൊരു അവരുടെ അമ്മ ഇല്ല അതുകൂടെ ഉള്ളൊരു സ്ത്രീയാണ്. അവരുടെ മകൾക്ക് അവകാശം വരും. അത് എന്റെ സാധനം എന്റെ പണയത്തിലല്ലേ? അത് പണയത്തിലെടുക്കേണ്ട കാശുണ്ടോ? ഇപ്പൊ ഞാൻ അല്പം ഒരു വീട് വയ്ക്കാൻ വേണ്ടി അല്പം സാധനം വാങ്ങി. ഒരിക്കൽ ആനാവോട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ച് പിന്നെ ഈ കുഞ്ഞുങ്ങൾ കിടന്ന് കരഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന്. അപ്പോഴും എനിക്ക് വന്ന സുഖമില്ലായിരുന്നു, ന്യൂമോണിയ ആയിട്ട് ഞാൻ കിടക്കായിരുന്നു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ എന്നാ ഒരു കാര്യം ചേട്ടനെ വിളിച്ച് വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് 2 ആഴ്ചയായപ്പോൾ ഇളയ കുഞ്ഞ് ഇട്ടിരുന്ന ഡ്രസ്സുകൾ, കൊണ്ടുപോയ ഡ്രസ്സുകളെല്ലാം വെറും അഴുക്കും ചെളിയും എല്ലാം പറ്റി ഇങ്ങനെ വൃത്തികേടായിട്ട് കുളിപ്പിക്കാതെ ഈ 2 ആഴ്ചയും കുളിപ്പിക്കാതെ ആഹാരം കൊടുക്കാതെ ആ കൊച്ചി ഇവിടെ ഉണ്ട്. ആ കുഞ്ഞിനെ ആ അവസ്ഥയിലാക്കി എൻ്റെ അമ്മ എൻ്റെ അമ്മയാണത്. അമ്മയുടെ കൊണ്ടാക്കിയിട്ട് ഇവൻ വെക്കളഞ്ഞു. എൻ്റെ അമ്മ കരയായിരുന്നു ചെയ്തത്. എൻ്റെ അമ്മ എപ്പോൾ വിളിച്ചാലും അമ്മ സംസാരിക്കും. അമ്മ കരഞ്ഞ് ഇവൻ കൊണ്ടുപോയിട്ട് നിനക്കൊക്കെ വളർത്താൻ വയ്യേ, ഈ കുഞ്ഞിനെ എന്തിനാ ഇവൻ്റെ കൂടെ വിട്ടയച്ചത്, നീ ഈ കുഞ്ഞ് വന്ന അവസ്ഥ കണ്ടോന്ന്. ആ കുഞ്ഞിൻ്റെ ഇളി കിടന്ന അരഞ്ഞാണം വരെ ഊരിയെടുത്തിട്ട് ആ കുഞ്ഞിനെ ആ അവസ്ഥയിലാണ് ആ ഇളയ കുഞ്ഞിനെ വിട്ടയച്ചത്. മൂത്ത കുഞ്ഞ് 8 വയസ്സായി ഇപ്പോഴും. ആ കുഞ്ഞിനെ ഏത് വീട്ടിലാന്ന് പറഞ്ഞുകൂടാ, ആ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ആ കുഞ്ഞിന് എൻ്റെ കൂടെ പറയണം, അമ്മമ്മ എനിക്ക് പഴം കഞ്ഞാണ് രാവിലെ തരണം, എന്നെ അടിക്കും, ഉപദ്രവിക്കും, എന്നെ തുണിയെല്ലാം കഴിയിപ്പിക്കും. വലിയ ആറ്റിൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത്. ചാനൽ കരയിലാണ് താമസിച്ചത്. അവിടെ എന്നെ കുളിക്കാൻ ഒറ്റയ്ക്ക് വിടും. എനിക്ക് ഭയങ്കര ഭയം.